എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2024 മോഡൽ അപ്പാച്ചെ RTR 4 വാൽവ് മോഡലാണ്. നമ്മൾ ഓൾറെഡി ഈ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്യുവർ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ളൊരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ മിനിമമായിട്ട് സ്റ്റിക്കേഴ്സും ഡെക്കൽസ് എല്ലാം തന്നെയാണ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. പ്യുവർ ബ്ലാക്ക് വാഹനം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വാഹനം കമ്പനി ഇറക്കിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പറവൂർ CC ടവറിൻ്റെ ഓപ്പോസിറ്റ് ചേന്നോൾ ജംഗ്ഷനിലുള്ള പ്രീമിയർ TVSൻ്റെ ഷോറൂമിലാണ്. ഇതൊരു 3S ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ നിങ്ങളുടെ പഴയ വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാഹനം എടുക്കാനും ഓൾ കേരള ഫിനാൻസ്, ഓൾ കേരള ഡെലിവറി എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ TVSൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പെട്രോൾ മോട്ടോർ സൈക്കിൾസ് ആയിക്കോട്ടെ, സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് വരാം. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിലും വീഡിയോൻ്റെ എൻഡിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു മോൺസ്റ്ററിൻ്റെ ഒരു ഫീലാണ് വാഹനം കാണാനായിട്ട്. പഴയ ഹെഡ്ലൈറ്റ് എല്ലാം മാറ്റി ഇപ്പോൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ പുതിയ മോഡൽ വരുന്നത്. അത് കൂടാതെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് ഫുൾ LED ലൈറ്റ്സ് ആണ് കമ്പനി ഉപയോഗിക്കുന്നത്. വാഹനത്തിൻ്റെ ലിവേഴ്സ് എല്ലാം തന്നെ ബ്രേക്ക് ലിവർ ആയിക്കോട്ടെ, ക്ലച്ച് ലിവർ ആയിക്കോട്ടെ എല്ലാം അലൂമിനിയം മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഹെവി ക്വാളിറ്റി ആയിരിക്കും, നല്ലപോലെ ഡ്യൂറബിൾ ആയിരിക്കും. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അത് ഫിക്സഡ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ്, ഫ്ലെക്സിബിൾ അല്ല. ഇനി നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് കിടക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. എനിക്കിത് കണ്ടിട്ട് തോന്നുന്ന ഒരു മോൺസ്റ്ററിൻ്റെ ലുക്ക് അല്ലെങ്കിൽ ഒരു റോബോട്ടിൻ്റെ ഹെഡ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് അല്ലെങ്കിൽ DRL ആണ് ഈ കത്തി നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ ഫുള്ള് ലൈറ്റ് സെറ്റപ്പ് കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫുൾ ലൈറ്റിംഗ് സെറ്റപ്പാണ്. നല്ല ത്രോയുള്ള ലൈറ്റാണ്, അടിപൊളി പ്രകാശമാണ്. നല്ല ലോങ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഷോക്കപ്പിനെ കുറിച്ച് പറയാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഷോക്കപ്പ് വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ മോഡലിൽ വരുന്നത്. നല്ല ലോങ് ആയിട്ടുള്ള സ്റ്റെം ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴി ചാടിയാൽ പോലും നമുക്ക് വലിയ ചാട്ടമൊന്നും ഫീൽ ചെയ്യില്ല. വളരെ കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാനും അടിപൊളിയായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട് മഡ് ഗാർഡ് 2 കളേർഡാണ്. ഫ്രണ്ടിൽ, അതായത് മുന്നിലേക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ഗ്ലോസി ബ്ലാക്കും ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മാറ്റ് ബ്ലാക്കും കിട്ടുന്നതാണ്. അതിൽ സിംഗിൾ ചാനൽ ABSൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. 270 mm പെട്രോൾ ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS നമുക്ക് ലഭിക്കുന്നുണ്ട്. ABSൻ്റെ റിംഗ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ടയർ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ടയറിൻ്റെ സൈസ് വരുന്നത് 17 ഇഞ്ച് സീരീസിലാണ് ടയർ വരുന്നത്. അതിൽ തന്നെ 90-90-17 ട്യൂബ്ലെസ് ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, 90/90 സെക്ഷനിലുള്ള 17 ടയർ സീരീസാണ് നമുക്ക് ലഭിക്കുന്നത്. ട്യൂബ്ലെസ് ടയറുമാണ് നമുക്ക് വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് 1357 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 180 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞത്. 146 കിലോഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ സീറ്റിൻ്റെ ഹൈറ്റും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. 800 mm ആണ് താഴെ നിന്നുള്ള സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 ലിറ്ററാണ്. ബോഷിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോഷിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് കളറിലായിട്ടുള്ള ഒരു അപ്പാച്ചയുടെ അഥവാ TVSൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പാച്ചയുടെ സ്പോർട്ടി ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് E20 ഫ്യൂൽ സപ്പോർട്ടാണെന്നുള്ള നോട്ടിഫിക്കേഷനും ടാങ്കിൻ്റെ കവറിലുണ്ട്. നമുക്ക് സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലത്തെ സൈഡിൽ സ്വിച്ചസ്, എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ മോഡ് എന്നുള്ള സ്വിച്ച് വരുന്നുണ്ട്. അതിന് താഴെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് വരുന്നുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വരുന്നത്. മോഡ് സ്വിച്ച് വരുന്നത് നമുക്ക് മെയിനായിട്ട് മീറ്റർ ടോഗിൾ ചെയ്യാനായിട്ടുള്ളതാണ്. ഇടത്തെ സൈഡിലേക്ക് വരുമ്പോൾ പാസ് ബട്ടൺ വരും, ഹെഡ്ലൈറ്റിൻ്റെ ഡിം ബ്രൈറ്റ് വരും, ഇൻഡിക്കേറ്റർ ഹോൺ വരുന്നുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഡിസ്പ്ലേ ആണ് നമ്മുടെ വാഹനത്തിൻ്റെ മീറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ആ ക്ലാസിക് ആയിട്ടുള്ള അപ്പാച്ചയുടെ കീ തന്നെ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. സിംഗിൾ ബാർ ടൈപ്പ് ഹാൻഡിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് വാഹനത്തിൻ്റെ മീറ്റർ ലഭിക്കുന്നത്. വളരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല, ചെറുതാണെങ്കിലും ഒരുപാട് ഫീച്ചർ ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. മീറ്ററിൽ തന്നെ 2 ബട്ടൺസ് ഉണ്ട്. മോഡിൻ്റെ ബട്ടണും വലത്തെ സൈഡിൽ സെലക്ട് ബട്ടണും വരും. അതുകൂടാതെ നമ്മുടെ ഹാൻഡിൽ ബാറിൽ മോഡിൻ്റെ സെപ്പറേറ്റ് ബട്ടണാണ്. ഇതിപ്പോൾ ഓൾറെഡി PDI ചെയ്യാത്ത വാഹനമായതുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ കാണാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എന്നാലും പറഞ്ഞുതരാം. ഇടത്തെ സൈഡ് നോക്കുമ്പോൾ ടൈം കാണുന്നുണ്ട്, മേളിൽ RPM റേഞ്ച് കാണും, പിന്നെ കിലോമീറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടോ 60 ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴെ ഫ്യൂവലിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ 3 മോഡ്സ് അവൈലബിൾ ആണ്. അർബൻ, സ്ട്രീറ്റ്, സ്പോർട്ട്, അങ്ങനെ 3 മോഡ്സ് അവൈലബിൾ ആണ്. അത് ആ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് വാഹനത്തിൻ്റെ പെർഫോമൻസിലും ബ്രേക്കിങ്ങിൻ്റെ പെർഫോമൻസിലും മാറ്റങ്ങൾ വരും. സ്പോർട്ട് മോഡിലൊക്കെ ഇട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
മാക്സിമം എന്താ പറയുക ഒരു 17.5 BHP വരെ പവർ ലഭിക്കുന്നതാണ്. അതുപോലെ 14.14 BHP ടോർക്കും ലഭിക്കുന്നതാണ്. അപ്പം ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ കിട്ടാനായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറയാത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത് RTR 160 സീരീസ് 4V സീരീസിലെ ഒരു എൻട്രി ലെവൽ മോഡലായിരിക്കും. അപ്പോൾ അധികം ഫീച്ചേഴ്സൊന്നും ഇതിൽ ഓർഡർ ആയിരിക്കില്ല. എന്നാലും നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ളൊരു വാല്യൂ ഫോർ മണി മോഡലായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇതിന് മുന്നത്തെ വണ്ടി കണ്ടപ്പോൾ അതിൽ സ്പ്ലിറ്റ് സീറ്റ്, ഒരുപാട് ഡെക്കൽസ്, കാര്യങ്ങൾ, ഷോക്കപ്പ് എല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിന് ആ ഒരു കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് ഒരു എൻട്രി ലെവൽ മോഡലായിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 153 cc ആണ്. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് 4 വാൽവ് SOHC ബോഷിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. മാക്സിമം പവർ നമുക്ക് 17 BHP സ്പോർട്ട് മോഡിൽ കിട്ടും. മാക്സിമം ടോർക്ക് 14 Nm നമുക്ക് സ്പോർട്ട് മോഡിൽ കിട്ടുന്നതാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. ഓപ്പൺ ചെയിൻ കവറാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ സാരി ഗാർഡ് ഓൾറെഡി വരുന്നുണ്ട്. സാരി ഗാർഡിന് ഫുഡ് റെസ്റ്റ് ഇല്ല. റിയർ സൈഡ് ഫുഡ് റെസ്റ്റ് ആയിക്കോട്ടെ, ഫ്രണ്ട് സൈഡ് ഫുഡ് റെസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ അലൂമിനിയമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിന് റിയർ സൈഡിൽ ഡ്യുവൽ പീസ് ആയിട്ടുള്ള ഒരു ടയർ ഹഗർ കൂടെ വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ ചെയിൻ കവറിനോട് യോജിച്ചിട്ടുള്ള ടയർ ഹഗർ വരും. റിയർ സൈഡിലും നല്ല വലിപ്പമുള്ള ടയർ ഹഗർ വരുന്നുണ്ട്. റിയർ സൈഡ് ടെയിൽ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഓൾ LED ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു റിയർ ഗ്രാബ് ഹാൻഡിലും വരുന്നുണ്ട്. റിയർ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ളൊരു ക്ലാമ്പും ബാക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഈ റിയർ സൈഡ് ടയർ ഹഗർ അടിപൊളിയാണ്. നല്ല വലിപ്പമുള്ള ടയർ ഹഗറാണ്. ഏത് സൈഡിൽ നോക്കിയാലും നല്ല അടിപൊളി അപ്പിയറൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി RTRന് നല്ലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു കാർബൺ ഫൈബറിനെ പോലത്തെ ഒരു ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ ഒരു അപ്പിയറൻസ് ആണ് എനിക്ക് ഈ ടയർ ഹഗർ നോക്കിയപ്പോൾ കിട്ടിയത്. റിയർ സൈഡ് ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 110, 80, 17 സീരീസിലുള്ള TVSൻ്റെ ടയറാണ്. ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. പിന്നെ ഈ മോഡലിൽ നമുക്ക് റിയർ സൈഡ് ഡ്രം ബ്രേക്കാണ് ലഭിക്കുന്നത്. റിയർ സൈഡ് നമ്മുടെ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് അല്ലെങ്കിൽ സൈലൻസർ ഒരു ഡ്യുവൽ ബാരൽ ടൈപ്പ് സൈലൻസറാണ്. അതിന് ബുൾ പോപ്പ് ഡിസൈൻ എന്നാണ് അവർ പറയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് റെസ്റ്റ് വരുന്നത്. ഒരു സ്പോർട്ടി ബ്രേക്ക് ലിവർ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ ടെക്നിക്കൽ ഫീച്ചേഴ്സ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റിയർ സൈഡ് സസ്പെൻഷൻ ഷോക്കപ്പ് മോണോഷോക്ക് സസ്പെൻഷനാണ്. നമുക്ക് അതിൻ്റെ ആവശ്യം പോലെ സസ്പെൻഷൻ്റെ ഒരു സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എഞ്ചിൻ്റെ സൗണ്ടും എക്സോസിൻ്റെ സൗണ്ടും കേൾപ്പിച്ചു തരാം. 160 cc ബൈക്ക് സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെ എടുത്ത് പറയേണ്ട ഒരു വാഹനമാണ് നമ്മുടെ 160 RTR 4V. ഇത്ര റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടും പെർഫോമൻസും നിങ്ങൾക്ക് മറ്റൊരു വാഹനം ഓടിച്ച് നോക്കിയാലും കിട്ടത്തില്ല. ഞാൻ പൾസർ ഓടിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ 160R ഞാൻ ഇന്ന് ഓടിച്ചിരുന്നു. പിന്നെ അതിന് മുന്നേ ഞാൻ ഹീറോൻ്റെ വണ്ടി ഓടിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും അധികം പെർഫോമൻസ് വൈസും റിഫൈൻഡ് ഒരു ഫീലിംഗ് കിട്ടിയത് RTRലാണ്. പിന്നെ ഇത്രയും എന്താ പറയുക 160 cc വണ്ടി എടുക്കുമ്പോൾ മൈലേജിനെ കുറിച്ചും ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു 40 to 50 റേഞ്ച് മൈലേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. നല്ലൊരു പെർഫോമൻസ് ഓൾറെഡി നിങ്ങൾ ഓൺ റോഡ് ഏകദേശം 1.80-നും 1.65-നും ഇടയിലാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ പ്രൈസ് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ കോൺടാക്ട് നമ്പർ ഡീലർഷിപ്പിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.